2013 ഇറങ്ങിയ ഭയാനകമായ ഒരു ടർക്കിഷ് ഹൊറർ സിനിമയാണ് ഡബ്ബെ കഴ്സ് ഓഫ് ദി ജിൻ. രണ്ടുപേരുടെ പണക്കൊതി കാരണം ഒരു നാടിനെ മുഴുവൻ ജിന്ന് നശിപ്പിക്കുന്നതും ആ ജിന്ന് പുനർജനിക്കാൻ ശ്രമിക്കുന്നതും ചിലർ അതിനെ തടയാൻ നോക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ടർക്കിഷ് ഹൊറർ സിനിമകളിൽ ഏറ്റവും ഭയാനകമായ സിനിമകളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേടിയുള്ളവരൊക്കെ ജാഗ്രതയോടെ കാണുക. സിനിമയുടെ സ്റ്റാർട്ടിങ്ങില് പ്രധാന കഥാപാത്രമായ എബ്രു കയ്യിൽ ഒരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ പുള്ളിക്കാരി ശരിക്കും ഒരു ഡോക്ടറാണ്. അവളൊരു പേഷ്യന്റിനെ കാണാൻ വന്നതായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ രോഗിക്ക് പ്രേതബാധയുണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരി ഏതോ മന്ത്രവാദിയെ വിളിച്ച് പ്രേതബാധ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ടാണ് ക്യാമറ എടുത്തത്. കണ്ടോ, ഞാൻ ആ സ്ത്രീയുടെ അസുഖം പരിശോധിക്കാൻ വന്നപ്പോ പ്രേതവും പിശാചും എന്നൊക്കെ പറഞ്ഞ് കുറെ പൊട്ട വിശ്വാസങ്ങളുടെ പേരിൽ ആ സ്ത്രീയെ കഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ രോഗം മാറുന്നേ? ഇന്നത്തെ കാലത്തിൽ ആൾക്കാർ ഇങ്ങനത്തെ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നത് കഷ്ടം തന്നെ എന്നൊക്കെ അവള് ക്യാമറ നോക്കി പറയുന്നുണ്ട്. പ്രേതബാധ കയറിയവള് പല രീതിയിലും അലറി വിളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങളുടെ ശബ്ദത്തിലും അവള് സംസാരിക്കുന്നുണ്ട്. കുറെ നേരം അലറിയിട്ട് അവൾ ഇറങ്ങി വേറൊരു മുറിയിലേക്ക് ഓടി. പിന്നാലെ മന്ത്രവാദിയും ആ മുറിയിലേക്ക് കയറിപ്പോയി. എബ്രുവും അയാൾക്കൊപ്പം തന്നെയുണ്ട്. അകത്തോട്ട് കയറുന്നത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടും ഇവരെന്തുടായ്പാണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതി എബ്രുവും അയാൾക്കൊപ്പം അകത്ത് കയറി. അവിടെ ആ സ്ത്രീ ഒരു കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അയാൾ ചെന്ന് സ്ത്രീയുടെ വായിൽ നിന്നും വിചിത്രമായ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അത് മുടിയും മറ്റുമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിനുശേഷമാണ് ആ സ്ത്രീ നോർമലായത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ കൊടുത്ത കാശും വാങ്ങിച്ചിട്ട് അയാൾ പോയി. അപ്പോൾ എബ്രു കണ്ടോ, അന്ധവിശ്വാസങ്ങൾ വെച്ച് ഇങ്ങനെയാണ് ഓരോരുത്തന്മാര് ആൾക്കാരെ പറ്റിക്കുന്നത് എന്ന് ക്യാമറ നോക്കി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എബ്രു ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോയി. അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫാരൂഖ് എന്നാണ് അയാളുടെ പേര്. ഇവനാണ് സിനിമയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രം. താൻ ചെയ്യുന്ന മന്ത്രവിദ്യകളൊക്കെ സത്യം തന്നെയാണെന്ന് ലോകത്തിനെ അറിയിക്കാനുള്ള നല്ലൊരു മാർഗമായിട്ട് തോന്നിയതുകൊണ്ട് ഫാരൂഖ് തന്നെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി എബ്രുവിനെ വിളിച്ചു വരുത്തിയത്. പ്രേതത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നതെന്ന് അവന്റെ മുഖത്ത് നോക്കി തന്നെ അവള് ചോദിച്ചു. അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ശരിക്കും ആ സ്ത്രീയുടെ ദേഹത്ത് ഒരു ജിന്നുണ്ടായിരുന്നു. അതിനെ ഒഴിപ്പിക്കുകയാണ് ഞാൻ അന്ന് ചെയ്തേ എന്ന് ഫാരൂഖ് പറഞ്ഞു. എന്നിട്ട് പ്രേതങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും അയാൾ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ഒട്ടും തന്നെ വിശ്വാസം വന്നില്ല. ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അവള് പറയുന്നത്. പക്ഷെ ആ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് നീയും കണ്ടതല്ലേ എന്ന് ഫാരൂഖ് ചോദിച്ചപ്പോൾ എബ്രു അത് വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അതൊരു സെറ്റപ്പ് ആയിരുന്നെങ്കിലോ, പ്രേതം കയറിയതുപോലെയൊക്കെ അഭിനയിക്കാൻ നീ ആ സ്ത്രീയെ ഏർപ്പാടാക്കിയതാണെങ്കിലോ. അത് കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അതിനു പകരം അയാൾ അവളെ വേറൊരു റൂമിൽ കൊണ്ടുപോയി. അവിടെ ആ സ്ത്രീയുടെ വായിൽ നിന്നും എടുത്ത വസ്തുക്കളെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതവൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് വളരെ സ്പഷ്ടമായ തെളിവായിട്ട് പരിഗണിക്കാൻ പറ്റുമല്ലോ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് കർട്ടൻ വലിച്ചിട്ടിട്ട് അതിന് പിന്നിൽ വെച്ചാണ് ഫാരൂഖ് ഈ വസ്തുക്കളെ സ്ത്രീയുടെ വായിൽ നിന്നും എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ കാണാതെ നീ അത് നിന്റെ പോക്കറ്റിൽ നിന്നും എടുത്തതായിരിക്കുമെന്നാണ് എബ്രു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഫാരൂഖ് ചോദിച്ചു. അപ്പോൾ എബ്രു, എനിക്ക് കുബ്ര എന്നൊരു കൂട്ടുകാരിയുണ്ട്. ചെറുപ്പം മുതലേ അവളെ എനിക്കറിയാം. ഇപ്പൊ അവൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്. പക്ഷെ എത്ര ഡോക്ടർമാര് വിചാരിച്ചിട്ടും ഇതുവരെ അവളെ സുഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവളുടെ ദേഹത്ത് പ്രേതബാധ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നീ വന്ന് അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ ദേഹത്ത് പ്രേതബാധ ഉണ്ടെങ്കിൽ നീ അവളെ ഒന്ന് സുഖപ്പെടുത്തി തന്ന ഞാൻ തീർച്ചയായും നീ പറയുന്നതൊക്കെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തീർന്നതും ശേഷം അടുത്ത ദിവസം തന്നെ അവര് കുബ്രയുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അന്ന് രാത്രിയായപ്പോ അവര് കുബ്രയുടെ ഗ്രാമത്തിന് സമീപമെത്താറായി. കൂരിരുട്ടാണ്. ആ ഇരുട്ടിൽ എങ്ങോട്ട് പോകണമെന്ന് ശരിയായിട്ട് വഴി അറിഞ്ഞൂടാത്തത് കൊണ്ട് അവര് വഴിയരികിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി വഴി ചോദിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ഗ്രാമത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അവരെ വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ആ ഗ്രാമത്തിൽ പോകുന്ന ആരും ഇവിടെ വരരുത്, അതൊരു ശപിക്കപ്പെട്ട ഗ്രാമമാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ രണ്ടുപേരും തിരിച്ച് കാറിനരികിൽ വന്നിട്ട് കുബ്രയുടെ വീട്ടുകാരെ തന്നെ ഫോൺ വിളിച്ച് വഴി ചോദിച്ചു. അങ്ങനെ കറക്റ്റായിട്ട് വഴി മനസ്സിലായി. ആ സമയത്തിൽ സമീപത്ത് ആരോ അലർന്ന ശബ്ദം കേട്ടു. അതെന്താണെന്നറിയാൻ കൗതുകത്തോടെ അവരങ്ങോട്ട് പോയി നോക്കി. അപ്പോ രണ്ട് ചുവന്ന കണ്ണുകളുള്ള എന്തോ ഒന്ന് അവരെ ആക്രമിക്കാൻ വന്നു.
അവൾ ശരിക്കും പേടിച്ചു. ഭാഗ്യത്തിന് അവരെ ആക്രമിക്കാതെ അത് തിരിച്ചുപോയി. അതെന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. അതെന്തോ പിശാചാണെന്ന് ഫാരൂഖ് പറഞ്ഞെങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല. ഒരുപക്ഷെ ചെന്നായ വല്ലതുമായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ശേഷം രണ്ടുപേരും കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഫാരൂഖ് മുസ്ലിമാണ്. മുസ്ലിംസ് പലതവണ നിസ്കരിക്കും. അതുകൊണ്ട് യാത്രക്കിടയിൽ നിസ്കരിക്കാൻ വേണ്ടി അവരൊരിടത്ത് ഇറങ്ങി. നിസ്കരിച്ചതിന് ശേഷമാണ് അവർ ആ സ്ഥലം ശ്രദ്ധിക്കുന്നത്. സ്ഥലം കാണാൻ തന്നെ വളരെ ഭയാനകമാണ്. അവിടെ ഗുഹ പോലെ എന്തോ ഉണ്ട്. അതിന് സമീപം അത്തപ്പൂ പോലെ ആരോ ഒരു ഡിസൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് പോയി നോക്കിയപ്പോ അവര് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ ഡിസൈനൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ആടുമാടുകളുടെയും മനുഷ്യരുടെയും ഒക്കെ എല്ലുകൾ വെച്ചാണ്. അത് മാത്രമല്ല, അതിനടുത്തുള്ള ഒരു മരത്തിൽ നിറയെ തുണികളും ബൊമ്മകളും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. മരത്തിൽ 7175 എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. അവിടെ മൊത്തം ഭയങ്കര മോശം സ്മെല്ലാണ്. ഇതെന്താണെന്ന് ഫാരൂഖ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. സംഭവം ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ദുരാചാരമാണ്. വിരോധമുള്ളവരെ കൊല്ലാൻ വേണ്ടി വിരോധമുള്ളവരുടെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടി തൂക്കിയിടും. എന്നിട്ട് ഇതുപോലെ എല്ലുകൾ വെച്ച് ഡിസൈൻ ചെയ്ത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ദുഷ്ടശക്തികൾ വന്ന് ആ വിരോധമുള്ളവരെ കൊന്നുകളയും. 7175 എന്നത് എന്തോ ദുഷ്ടശക്തിയുടെ നമ്പരാണ്. ശേഷം അവരവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോ ആടുമാടുകളെ മേയ്ക്കുന്ന ഒരാളെ കണ്ടു. അയാളോട് അവരെ വഴി ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവസാനം ഒരുവിധം അവര് കുബ്രയുടെ ഗ്രാമത്തിലെത്തി. അവിടെ അവരെയും കാത്ത് കുബ്രയുടെ അമ്മ ഖദീജയും സഹോദരി എസ്രയും നിൽപ്പുണ്ടായിരുന്നു. ഫാരൂഖിനെയും എബ്രൂനെയും അവരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഖദീജയുടെ ഹസ്ബൻഡിന്റെ സഹോദരി ഫത്മ മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്നതുകൊണ്ട് ദേഷ്യപ്പെട്ടു. നീ ഒരു ഡോക്ടർ അല്ലേ, നിനക്കെങ്കിലും ശകലം ബോധം വേണ്ടേ എന്ന് അവള് എബ്രൂവിനോടും ചോദിച്ചു. അപ്പോൾ ഖദീജ, എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല ഡോക്ടർമാര് വിചാരിച്ചിട്ടും എന്റെ മോളുടെ അസുഖം മാറ്റാൻ പറ്റിയില്ലല്ലോ. ഇതിപ്പോ മന്ത്രവാദി ഒന്ന് ശ്രമിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നീ പോയി നിന്റെ ജോലി നോക്ക് എന്ന് വഴക്ക് പറഞ്ഞു. ശേഷം വീട് മുഴുവനും അവിടെ ഇവിടെയായിട്ട് എബ്രു ക്യാമറകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഫാരൂഖ് എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ വീട് മുഴുവൻ ക്യാമറകൾ വെക്കുന്നത്. വീട്ടിൽ ഇനി വേറൊരു കൊച്ചുകുട്ടിയും കൂടെയുണ്ട്. അത് ഫത്മയുടെ മകളാണ്. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച ശേഷം എന്താണ് കുബ്രയ്ക്ക് സംഭവിച്ചതെന്ന് ഫാരൂഖ് ചോദിച്ചു. അപ്പോൾ ഖദീജ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒരു വർഷത്തിന് മുന്നേ കുബ്രയുടെ കല്യാണമായിരുന്നു. കെങ്കേമമായ ആഘോഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കുബ്രയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. ആ സമയത്തിൽ അവളുടെ ദേഹത്തുള്ള പ്രേതത്തിന്റെ രൂപം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. അവൾ ഓടിച്ചെന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ ഹസ്ബൻഡിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചന്ന പിന്നെ കുത്തി കൊന്നുകളഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് ഇവളുടെ ശരീരത്തിൽ ഒരു ജിന്നുണ്ടെന്ന് ഫാരൂഖ് പറഞ്ഞു. അത് മാത്രമല്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് അറാമിക് ഭാഷയിൽ സംസാരിക്കുന്നുണ്ടെന്ന കാര്യവും അവൻ ശ്രദ്ധിച്ചു. അതിനു പുറമെ ആ ജിൻ ഇടയ്ക്കിടയ്ക്ക് 7175 എന്നൊരു നമ്പരും പറയുന്നുണ്ട്. ഈ നമ്പരാണ് നേരത്തെ മരത്തിൽ കണ്ടത്. ശേഷം വീടും പരിസരവും ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഫാരൂഖ് പുറത്തിറങ്ങി. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ഒരു രൂപം അവനെ നോക്കി നിൽക്കുന്നത് കണ്ടത്. മുകളിൽ ചെന്ന് നോക്കിയപ്പോ അത് കുബ്രയായിരുന്നു. എബ്രൂനെ കണ്ടപ്പോ അവൾക്ക് ഒത്തിരി സന്തോഷമായി. അവളെ താഴെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി അവളുമായിട്ട് കുറെ സംസാരിച്ചു. നീ എന്തിനാണെന്ന് വയലന്റ് ആയതെന്ന് ഫാരൂഖ് അവളടുത്ത് ചോദിച്ചപ്പോൾ അന്നത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലെന്നാണ് അവൾ പറഞ്ഞത്. ശരി, ഉറങ്ങുമ്പോ നീ എന്തെങ്കിലും ശബ്ദം കേൾക്കാറുണ്ടോ? ആരെങ്കിലും നിന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കേൾക്കാറില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പല ദുസ്വപ്നങ്ങളും കാണും. മിക്കപ്പോഴും കാണുന്ന സ്വപ്നത്തില് ഒരു വലിയ കണ്ണാണ് കാണുന്നത്. ചില നേരം കാണുന്ന സ്വപ്നത്തിലാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരിക്കും. ആ കുഞ്ഞിന്റെ മുഖത്തിൽ ഒരേ ഒരൊറ്റ കണ്ണ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്നൊക്കെ കുബ്ര പറഞ്ഞു കൊടുത്തു. ശേഷം കുബ്രയുടെ കുറെ സാധനങ്ങൾ ഖദീജ ഫാരൂഖിനെ കാണിച്ചു കൊടുത്തു. അന്നത്തെ കല്യാണ തുണിയും കത്തിയും അങ്ങനെ എല്ലാം തന്നെ പുള്ളിക്കാരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുബ്രയുടെ അച്ഛനെ കുറിച്ച് ഫാരൂഖ് ചോദിച്ചു. കുബ്ര ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയെന്ന് ഖദീജ പറഞ്ഞു. മരിച്ചുപോയ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഖദീജ കരഞ്ഞു കരഞ്ഞ് കുഴഞ്ഞു വീണു. ഭാഗ്യത്തിന് എബ്രു ഡോക്ടർ ആയതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് റെഡിയാക്കി. ഇപ്പൊ ഫാരൂഖ് പറയുന്നത് എന്താന്ന് വെച്ചാ, ഒറ്റ കണ്ണ് എന്നൊരു സംഭവം വന്നതിനാൽ അവളുടെ ദേഹത്തുള്ളത് ഒരു ജിന്ന് തന്നെയാണെന്ന് ഉറപ്പിക്കാമെന്നാണ്. അതുകൊണ്ട് ഒറ്റ കണ്ണിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അവൻ അതിനെ എല്ലാത്തിനെയും എടുത്തു മാറ്റിക്കളഞ്ഞു. ശേഷം എല്ലാവരെയും കൊണ്ട് കുബ്രയുടെ റൂമിലോട്ട് പോയി. എന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ട് ലൈറ്റുകളും ഓഫ് ചെയ്തു. ജിന്നിനെ ഒഴിപ്പിക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പ്രേതം വരാൻ സമയമായെന്നർത്ഥം. കുബ്രയുടെ കയ്യിൽ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നെറ്റിയിൽ വെക്കാൻ ഫാരൂഖ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ അവളുടെ ദേഹത്ത് ജിന്ന് കയറി. അവൾ കിടന്നലറാൻ തുടങ്ങി.
അതിനിടയിൽ അവളുടെ ദേഹത്ത് കുറെ മുറിവുകൾ ഉള്ളത് കാണാം. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജിൻ അവളെ ഉപദ്രവിക്കുന്നതാണ്. ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം അവളുടെ പുറത്ത് ഫാരൂഖ് ഒരു കറുത്ത തുണി എടുത്ത് മൂടി. എന്നിട്ട് ആ തുണിക്കടിയിലൂടെ അവളുടെ തലയിൽ തൊട്ട് വീണ്ടും കുറെ മന്ത്രങ്ങൾ പറഞ്ഞു. ജിന്നെ ശരീരത്തിൽ നിന്നും പുറത്ത് കടക്കാറായെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അപ്പോൾ ജിൻ അവന്റെ കയ്യിൽ എന്തോ എഴുതി വെച്ചു. അങ്ങനെ ബാധ ഒഴിപ്പിക്കൽ അവിടെ മുടങ്ങിപ്പോയി. കയ്യിൽ എഴുതി വെച്ചതിന്റെ അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് ചെന്ന് അവൻ നോക്കിയപ്പോൾ മിറർ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലായി. എബ്രു ഫാരൂഖിനെ മാറ്റി നിർത്തി സംസാരിച്ചു. ഇപ്പൊ കുബ്രയുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുവെന്ന് എബ്രു പറഞ്ഞപ്പോ ഫാരൂഖ്, നീ എനിക്ക് ഒരവസരം കൂടെ താ, നാളെ ഞാൻ തീർച്ചയായും ജിന്നിനെ ഒഴിപ്പിക്കാം, നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു. അവന് ഒരവസരം കൂടെ കൊടുത്തു നോക്കാമെന്ന് എബ്രുവും കരുതി. എന്നിട്ട് നടന്നതൊക്കെ അവള് ക്യാമറയിൽ നോക്കി പറഞ്ഞ് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ആ സമയത്തിൽ പുറകിൽ ജനാലയിലൂടെ ഒരു രൂപം അവളെ നോക്കി നിൽക്കുന്നത് കാണാം. ശേഷം എല്ലാവരും ചെന്ന് കിടന്നുറങ്ങാൻ പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ കുബ്ര ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ നിന്നു. അവൾ നടന്ന് പുറത്തുപോയി. പക്ഷെ ആ കണ്ണാടിയിലുള്ള രൂപം അവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ നേരെ ഖദീജയുടെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അവളുടെ അമ്മയെയും സഹോദരിയെയും ഒക്കെ ദേഷ്യത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് കുറെ നേരം നിന്നു. എന്നിട്ട് തിരിച്ച് അവളുടെ റൂമിലേക്ക് തന്നെ പോയി. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്തിൽ എബ്രു പെട്ടെന്ന് വൊമിറ്റ് ചെയ്തു. നേരത്തെ കണ്ടതുപോലെ അവളുടെ വായിൽ നിന്നും മുടി പോലത്തെ എന്തോ ഒന്ന് പുറത്തു വന്നു. അത് ആഹാരത്തിലുണ്ടായിരുന്ന മുടിയാണെന്നാണ് അവര് കരുതിയത്. പക്ഷെ ഫാരൂഖിന് എന്തോ സംശയം തോന്നി. എങ്കിലും അവനൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി അവര് വീണ്ടും ജിന്നിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. നേരത്തെ മിറർ എന്ന് പറഞ്ഞത് പ്രകാരം അവനൊരു മുറിയിൽ കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലണം, ആ സമയത്തിൽ ഭയങ്കര ഡേഞ്ചറാണ്, അതുകൊണ്ട് എല്ലാവരും മുറിയിൽ നിന്നും പുറത്തു പോകാൻ ഫാരൂഖ് പറഞ്ഞു. പക്ഷെ ഇവൻ എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ചാലോ എന്ന് കരുതി അവൾ ആ മുറിയിൽ തന്നെ നിന്നു. ഒരു കറുത്ത തുണി മൂടിയിട്ടാണ് അവൻ മന്ത്രം ചൊല്ലേണ്ടത്. അപ്പോൾ നീ തുണിക്കുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്നും എനിക്ക് കാണണമെന്ന് എബ്രു പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ തന്നെ ആ ക്യാമറ വെച്ചോളാം എന്ന് പറഞ്ഞ് ഫാരൂഖ് ക്യാമറ വാങ്ങി. ശേഷം അവൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയതും ജിൻ അവനോട് സംസാരിക്കാൻ വന്നു. നോക്കിയപ്പോ എബ്രു നിൽക്കുന്നതിന് പിന്നിലാണ് ജിൻ ഉള്ളത്. നമുക്ക് ജിന്നിനെ കാണാൻ പറ്റില്ല, പക്ഷെ ഫാരൂഖിന് അതിനെ കാണാം. അങ്ങനെ അവളെ മാറ്റി നിർത്തിയിട്ട് അവൻ ജിന്നിനോട് സംസാരിച്ചു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഫാരൂഖ് ജിന്നിനോട് ചോദിച്ച ഉടനെ ഒരു സിംബലും വരച്ചിട്ട് കണ്ണാടിയും തകർത്തുകൊണ്ട് ജിൻ അവിടെ നിന്നും പോയി. സംഭവം, ജിന്നുകളൊക്കെ ഇങ്ങനെ സിംബൽസിലൂടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ സിംബലിന്റെ അർത്ഥം ടോയ്ലറ്റ് എന്നാണ്. മേ ബി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ആയിരിക്കോ ജിന്ന് വന്നത്. എന്തായാലും വീട്ടിന് പുറത്ത് ഉപയോഗിക്കാത്ത പഴയ ടോയ്ലറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫാരൂഖ് ചോദിച്ചു. അങ്ങനെയൊന്നുണ്ടെന്ന് ഖദീജ പറഞ്ഞപ്പോ ഫാരൂഖ് ചെന്ന് അവിടെ കുഴിച്ചു നോക്കി. അപ്പോ അവിടെ ആടുമാടുകളുടെ എല്ലുകളും കുടലുകളും ഒക്കെ വെട്ടി എന്തോ ദുർമന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്. കുബ്രയുടെ പോലത്തെ രൂപമുള്ള ഒരു ബൊമ്മയും അവിടെയുണ്ട്. അതിനു പുറമെ ഒരു പശുവിന്റെ മുഴുവൻ തലയും വെട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അതൊക്കെ കണ്ട് ഫാരൂഖ് ഉൾപ്പെടെ എല്ലാവരും വൊമിറ്റ് ചെയ്തു. ഇതൊക്കെ ആര് ചെയ്തു വെച്ചതായിരിക്കുമെന്നും പറഞ്ഞ് ഖദീജയും ഫാത്മയും തമ്മിൽ ഭയങ്കര തർക്കമായി. കുഴിച്ചെടുത്ത എല്ലാത്തിനെയും ഫാരൂഖ് പരിശോധിച്ചു നോക്കി. അതിൽ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു പേപ്പറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഫാരൂഖിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സംഭവം, ഇത് ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനുമേൽ ആരോ വെച്ച ശാപമാണ്. കുഞ്ഞ് ജനിക്കുന്ന ദിവസം കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോകും. കുഞ്ഞിന് 23 വയസ്സാകുന്ന ദിവസം വളരെ ഡേഞ്ചറസ് ആയ ജിന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ കയറും. ഇതായിരുന്നു ശാപം. ഇവിടെ കുഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത് കുബ്രയെ കുറിച്ചാണ്. അവളുടെ കല്യാണ ദിവസമാണ് അവൾക്ക് 23 വയസ്സ് തികഞ്ഞത്. അതായത് ഇത് 24 വർഷങ്ങൾക്ക് മുന്നേ ആരോ കുഴിച്ചിട്ട ശാപമാണ്. അങ്ങനെ അവനെല്ലാം വിശദീകരിക്കുന്നതിനിടയിൽ അവിടെ കുബ്ര ഓടി വന്നു. അവളുടെ ദേഹത്ത് വീണ്ടും ജിന്ന് കയറിയിട്ടുണ്ട്. അവള് വീണ്ടും കിടന്നലറുകയാണ്. അത് കണ്ട് എബ്രു വീണ്ടും ഫാരൂഖിനെ വിളിച്ച് മാറ്റി നിർത്തി അവളുടെ അവസ്ഥ നല്ല സീരിയസ് ആണെന്ന് തോന്നുന്നു, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോ ഫാരൂഖ്, ശരി, നീ എനിക്ക് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ അവസരം താ, അതിനുശേഷം അവൾക്ക് സുഖമായില്ലെങ്കിൽ നിങ്ങൾ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഇത്രയും ആയ സ്ഥിതിക്ക് എന്തായാലും ഒരവസരം കൂടെ അവന് കൊടുക്കാമെന്ന് എബ്രു കരുതി. പക്ഷെ എത്രയും വേഗം തന്നെ അത് ചെയ്യാൻ എബ്രു പറഞ്ഞു. ശേഷം ഫാരൂഖ് വീണ്ടും ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങി. കുറെ നേരം അവള് ഭയങ്കരമായിട്ട് അലറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം കുഴിച്ചെടുത്ത ദുർമന്ത്രമുള്ള പേപ്പറിനെ അവൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും കുറെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു. അവസാനം കുറെ നേരത്തെ ബഹളങ്ങൾക്കൊടുവിൽ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ജിന്നിനെ അവനങ്ങ് കൊന്നുകളഞ്ഞു. അങ്ങനെ കുബ്രയെയും കുടുംബത്തെയും അവൻ ജിന്നിൽ നിന്നും രക്ഷിച്ചു. ശേഷം കുബ്രയെ അവളുടെ റൂമിൽ കൊണ്ടുപോയി കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തു. ഇപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അവളുടെ അമ്മയും സഹോദരിയും ഒക്കെ ഫാരൂഖിനോട് നന്ദി പറഞ്ഞു.
ഇപ്പോ എബ്രുവും ഫാരൂഖിനെ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം പറഞ്ഞതുപോലെ തന്നെ അവൻ ജിന്നിനെ ഒഴിപ്പിച്ചു. ഈ ശാപം ആരായിരിക്കും ഇവിടെ കുഴിച്ചിട്ടതെന്ന് എബ്രു അവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ആര് വേണമെങ്കിലും ആയിരിക്കാം. ഒരുപക്ഷെ ഇവരുടെ വളർച്ച കണ്ട അസൂയ തോന്നി ഇവരുടെ വളരെ അടുത്ത ഏതെങ്കിലും ബന്ധുവോ അയൽവാസിയോ ചെയ്തതുമായിരിക്കാമെന്ന് ഫാരൂഖ് പറഞ്ഞു. എല്ലാം അവസാനിച്ചുവല്ലോ എന്ന് കരുതി എല്ലാവരും ചെന്ന് സമാധാനത്തോടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തിൽ വീണ്ടും കുബ്രയുടെ ദേഹത്ത് ജിന്ന് കയറി. അവൾ അവളുടെ പണ്ടത്തെ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് അന്നത്തെ കത്തിയും എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് പോയി. അപ്പോ അവിടെ ഫാത്മയെ കണ്ടു. അവളെ കുബ്ര ചന്ന പിന്നെ കുത്തി മുഖം മൊത്തം കീറി മുറിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്കും കുബ്ര അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവര് ഫാത്മയ്ക്ക് വേണ്ടി പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ചിട്ട് കുബ്രയെ തേടി. അവള് മുൻപും ഇതുപോലെ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് ഗ്രാമത്തിന് സമീപത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നിട്ടുണ്ടെന്ന് സഹോദരി പറഞ്ഞു കൊടുത്തു. അവൾ ഉദ്ദേശിച്ചത് അവരിങ്ങോട്ട് വരുന്ന വഴിക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലത്ത് കണ്ട മരമാണ്. അങ്ങനെ ഫാരൂഖും എബ്രുവും കൂടെ വേഗം വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയി. അവിടെ കുബ്ര നിൽപ്പുണ്ട്. നേരത്തെ കണ്ട ഡിസൈനിന്റെ നടുക്കാണ് അവൾ നിൽക്കുന്നേ. നീ എന്നെ എത്ര ഒഴിപ്പിച്ചാലും ഞാൻ വീണ്ടും വരുമെന്ന് ജിന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ കഴുത്തറക്കാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് ഫാരൂഖ് ചാടി വീണ് അവളെ രക്ഷിച്ചു. എന്നിട്ട് എബ്രു അവളെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പോയപ്പോൾ ഫാരൂഖിനെ കൊണ്ടുപോയില്ല. നീ വെറും ഉടായിപ്പാണ്, ജിന്നുണ്ടെന്ന് പറഞ്ഞ് അതിനെ മാറ്റുന്ന പോലെയൊക്കെ നീ അഭിനയിച്ചതാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നീ പക്ക ഫ്രോഡ് തന്നെ, പോയി പണിയെടുത്ത് ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഫാരൂഖിനെ കുറെ തെറി പറഞ്ഞിട്ട് ക്യാമറയും അവിടെ കളഞ്ഞിട്ടാണ് അവൾ കുബ്രയും കൊണ്ട് പോയത്. ഫാരൂഖിനൊന്നും തന്നെ മനസ്സിലായില്ല. കാരണം അവരെല്ലാം ശരിയായിട്ടാണ് ചെയ്തേ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോർത്ത് അവനാകെ കൺഫ്യൂഷനായി. ഇതിന് പിന്നിലെ നിഗൂഢത കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഫാരൂഖ് തീരുമാനിച്ചു. അങ്ങനെ അവർ ആ ക്യാമറയും എടുത്തുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ കുബ്രയുടെ വീട്ടിൽ പോയി. എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു. ഫാത്മ മാത്രമേ അവിടെയുള്ളൂ. നേരത്തെ പറ്റിയ മുറിവുകൾ കാരണം അവളുടെ മുഖത്ത് നിറയെ കെട്ടിവെച്ചിട്ടുണ്ട്. അവളോടവൻ കുബ്രയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുറെ കാര്യങ്ങൾ തിരക്കി. അപ്പോ ഇവൾക്ക് കുബ്രയെ ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്ന് അവന് മനസ്സിലായി. കാരണം അവള് ജനിച്ചപ്പോ തന്നെ എന്റെ സഹോദരൻ ചോര തുപ്പി മരിച്ചുപോയി, അവളൊരു സാത്താന്റെ സന്തതിയാണ്, അവളെ കുടുംബം മുഴുവൻ നശിപ്പിക്കും എന്നൊക്കെയാണ് ഫാത്മ പറയുന്നത്. കുബ്രയുടെ അച്ഛനെ കുറിച്ച് തിരക്കിയപ്പോൾ അയാൾ പണ്ട് വെറും ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അയാൾക്ക് കുറെ സ്വത്തുക്കൾ ഉണ്ടായി. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയേറെ സ്വത്തുക്കൾ ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ സമീപമുള്ള ഒരു ഗ്രാമത്തിൽ പോയി അവിടെ നിതിൻ എന്നൊരുത്തനെ കണ്ടാൽ മതിയെന്നും ഫാത്മ പറഞ്ഞു കൊടുത്തു. ശേഷം അവൻ ഈ കേസിനെ വിശദമായിട്ട് വിശകലനം ചെയ്തു നോക്കി. അവന്റെ ഏതോ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് 7175ന്റെ അർത്ഥം എന്താണെന്നൊക്കെ തിരക്കി. ഒരുപക്ഷെ മരത്തിന് ചുറ്റും എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ അന്ന് രാത്രി അവൻ അവിടെയും ചെന്ന് നോക്കി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അതുവഴി എബ്രു വന്നത്. ഇന്നലെ അവനെ തെറി വിളിച്ചതിന് അവള് ക്ഷമയൊക്കെ ചോദിച്ചു. ശേഷം അവളുടെ വണ്ടിയിൽ കയറി രണ്ടുപേരും കൂടെ ഫാത്മ പറഞ്ഞ ഗ്രാമത്തിൽ നിതിനെ കാണാൻ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ ആ ഗ്രാമം മുഴുവൻ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ആരും തന്നെ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നില്ല. ആകെ നിതിൻ മാത്രമേ ഈ ഗ്രാമത്തിലുള്ളൂ. ശരിക്കും ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് അത് ശപിക്കപ്പെട്ട ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം അവരെ കുറെ പേര് വഴക്ക് പറഞ്ഞത്. ഗ്രാമത്തിൽ മുഴുവൻ പലയിടങ്ങളിലും 7175 എന്ന നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരിടത്തെത്തിയപ്പോ നിഴൽ പോലെ എന്തോ ഒന്ന് അതുവഴി പോകുന്നത് കണ്ടുവെന്ന് എബ്രു പറഞ്ഞു. അതെന്താണെന്ന് നോക്കാൻ ഫാരൂഖ് അങ്ങോട്ട് പോയി. അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിലോ എന്ന് തോന്നി ആ ക്യാമറ അവിടെ വെച്ചിട്ട് അവളും അങ്ങോട്ട് പോയി. ആ സമയത്തിൽ അവിടെ വക്കോലിനടിയിൽ നിന്നും എന്തോ ഒന്ന് മിന്നായം പോലെ പോകുന്നത് ക്യാമറയിലൂടെ നമുക്ക് കാണാം. പക്ഷെ അത് അവര് കണ്ടില്ല. അവര് ചെന്ന് നോക്കിയെടുത്ത് ഒന്നും കാണാത്തത് കൊണ്ട് അവര് തിരിച്ചു വന്ന് വീണ്ടും നിതിന്റെ വീട് തേടി നടന്നു. പക്ഷെ പല മണിക്കൂറുകൾ തിരഞ്ഞിട്ടും അവന്റെ വീട് കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും വലിയൊരു ഗ്രാമമാണ്. എന്നാലും ഇത്രയും വലിയ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരും എന്തിനായിരിക്കും ഒരുമിച്ച് നാട് വിട്ടു പോയതെന്നോർത്ത് ഫാരൂഖിന് ശരിക്കും അത്ഭുതം തോന്നി. ഒടുവിൽ കുറെ മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ അവര് നിതിന്റെ വീട് കണ്ടെത്തി. വീട്ടിൽ കയറി നോക്കിയപ്പോ നിതിൻ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട ആട് മേയ്ക്കുന്ന ആള് ശരിക്കും ഇവനായിരുന്നു. അവൻ അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അവന്റെ അടുത്ത് നടന്ന എല്ലാ വിഷയങ്ങളും അവരെ പറഞ്ഞു. എന്നിട്ട് ഈ ഗ്രാമത്തിൽ വേറെ ആരെയും കാണുന്നില്ലല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഫാരൂഖ് ചോദിച്ചു. അപ്പോൾ നിതിൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. സംഭവം പണ്ട് കുബ്രയുടെ അച്ഛനും എബ്രുവിന്റെ അച്ഛനും ഈ നാട്ടിലാണ് ജീവിച്ചിരുന്നത്. 25 വർഷങ്ങൾക്ക് മുന്നേ അവര് രണ്ടുപേരും കൂടെ നിധികൾ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അറിയാവുന്ന സാരെ എന്നൊരു ജിന്നിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അതിന്റെ സഹായത്തോടെ അവര് കുറെ നിധികൾ തേടി. അങ്ങനെയാണ് അവര് രണ്ടുപേരും വലിയ ധനികരായത്. അവസാനം ഇനി ഈ ജിന്നിന്റെ ആവശ്യമില്ലെന്ന് തോന്നിയപ്പോൾ അവരാ ജിന്നിനെ അങ്ങ് കൊന്നുകളഞ്ഞു. നേരത്തെ കണ്ട മരത്തിനടിയിലാണ് ആ ജിന്നിനെ അവരൊരു പാനയ്ക്കകത്ത് അടക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ സാരയെ കൊന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സാരെ യഥാർത്ഥത്തിൽ സുസുലു എന്നൊരു വിഭാഗത്തിൽ പെടുന്ന ജിന്നാണ്. ഈ വിഭാഗത്തിലുള്ള ജിന്നുകൾ വളരെ ഡേഞ്ചറസും പ്രതികാരദാഹികളുമാണ്.
അതുപോലെ ഈ വിഭാഗം ജിന്നുകളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും. സമ്പത്ത് കണ്ടെത്താൻ സഹായിച്ച സാരയെ കൊന്നുകളഞ്ഞതുകൊണ്ട് ആ സമ്പത്ത് അനുഭവിച്ച എല്ലാവരെയും സുസുല വിഭാഗം ജിന്നുകൾ മുഴുവൻ പിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ സമ്പാദിച്ച പണത്തിൽ നിന്നും കുറച്ച് പണം ഈ ഗ്രാമവാസികൾക്കും നൽകിയിരുന്നു. അതുകൊണ്ട് ഈ ഗ്രാമവാസികളെല്ലാം സുസുല ജിന്നുകൾ ശപിച്ചു. പിന്നെ ഇവിടെ ജനിക്കുന്ന കുട്ടികളെല്ലാം വിരൂപമായിരുന്നു. ഗ്രാമവാസികൾ തമ്മിൽ എന്നും അടിയും ബഹളവുമായി. അവസാനം എല്ലാവരും പരസ്പരം കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഗ്രാമവാസികൾ മുഴുവൻ ഈ ഗ്രാമം വിട്ട് പോയത്. ഇപ്പൊ അവര് പണ്ട് കൊന്നുകളഞ്ഞ സാരെ ജിന്നിനെ കുബ്രയുടെ ദേഹത്തിൽ പാർപ്പിച്ച് ഒടുവിൽ കുബ്രയിലൂടെ പുനർജനിപ്പിക്കാനാണ് സുസുല ജിന്നുകളുടെ പദ്ധതി. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ ദേഹത്ത് സുസുല ജിന്നുകൾ കയറിയിരിക്കുന്നത്. ഒരു ജിന്നിനെ കൊന്നുകളഞ്ഞാൽ വീണ്ടും കുബ്രയുടെ ദേഹത്ത് മറ്റൊരു സുസുല ജിൻ കയറും. ഇതാണ് നേരത്തെ സംഭവിച്ചത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ഫാരൂഖ് ചോദിച്ചപ്പോ എന്റെ ഭാര്യയും ശരിക്കും ഒരു ജിന്നാണ്, സുസുല ജിന്നല്ല, അല്ലാത്ത ജിൻ. അവൾ കാരണമാണ് ഞാൻ ഈ ഗ്രാമത്തിൽ സേഫ് ആയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഒരു ജിന്നിനെ കൊന്നതുകൊണ്ട് അവൾ ഇനി നിങ്ങളെ സഹായിക്കില്ലെന്ന് പറഞ്ഞ് ഫാരൂഖിനെയും എബ്രുവിനെയും വീട്ടിൽ നിന്ന് അയാൾ പുറത്താക്കി. പുറത്തു വന്ന് നോക്കിയപ്പോ അവരുടെ കാറിലും സമീപത്തും ചോര കൊണ്ടുള്ള കൈപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് കണ്ട് രണ്ടുപേരും ശരിക്കും പേടിച്ചു. ശേഷം അവരവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ ഈ ജിന്നിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്നും അടക്കി വെച്ചിരിക്കുന്ന പാനയെടുത്ത് വേറെ എവിടെയെങ്കിലും മാറ്റി കുഴിച്ചിട്ടാൽ ഈ ശാപം നീങ്ങുമെന്ന് നിതിൻ കൊടുത്ത ഒരു പുസ്തകം നോക്കി ഫാരൂഖ് മനസ്സിലാക്കി. അത് മനസ്സിലായതുകൊണ്ട് അവൻ നേരെ ആ മരമുള്ള സ്ഥലത്ത് പോയി അവിടെ കുഴിച്ച് സാരയെ അടക്കിയിരിക്കുന്ന പാന പുറത്തെടുത്തു. എന്നിട്ട് അതിനെ അവര് ജനവാസമില്ലാത്ത മറ്റെവിടെയോ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അങ്ങനെയെല്ലാം അവസാനിച്ചു എന്ന് കരുതി അവരെ സമാധാനിച്ച് തിരിച്ച് കുബ്രയുടെ വീട്ടിൽ പോയി. എന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്കും അത് കേട്ടപ്പോ സമാധാനമായി. പക്ഷെ വീണ്ടും രാത്രിയായപ്പോ ഖദീജ വന്നിട്ട്, നീ നേരത്തെ കാണാൻ പോയ നിതിൻ ഇപ്പൊ എന്നെ വിളിച്ചു, അവനെന്തോ വലിയ അപകടത്തിലാണ്, പെട്ടെന്ന് പോയി അവനെ സഹായിക്ക് എന്ന് ഫാരൂഖിനോട് പറഞ്ഞു. ഞാനും വരാമെന്ന് എബ്രു പറഞ്ഞെങ്കിലും നമ്മുടെ സഹായത്തിന് വേണ്ടി നീ ഇവിടെ തന്നെ നിൽക്കുമോളെ എന്ന് ഖദീജ പറഞ്ഞു. അങ്ങനെ ഫാരൂഖ് തനിയെ നേരത്തെ കണ്ട ഗ്രാമത്തിലോട്ട് വീണ്ടും പോയി. ആ സമയം ഇവിടെ റൂമിൽ തനിയെ ഇരുന്ന എബ്രു അവളുടെ വസ്ത്രത്തിനിടയിൽ നിന്നും എന്തോ ഒരു പേപ്പർ കണ്ടെടുത്തു. അതെടുത്തു നോക്കിയപ്പോ അതിൽ അവളുടെയും കുബ്രയുടെയും ഫോട്ടോസൊക്കെയുണ്ട്. നേരത്തെ കണ്ട ടോയ്ലറ്റിന്റെ ഫോട്ടോയും ഉണ്ട്. അത് അവൾ അറിയാതെ ആരോ അവളുടെ വസ്ത്രത്തിൽ വെച്ചതാണ്. പക്ഷെ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടി അങ്ങോട്ട് പോയി. ഇതേ സമയം ഇവിടെ ഫാരൂഖിനെ നേരത്തെ വിളിച്ച ഫ്രണ്ട് തിരിച്ചു വിളിച്ച് 7175ന്റെ അർത്ഥം ജിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു. അവൻ സംശയം തോന്നി പെട്ടെന്ന് ബുക്ക് എടുത്ത് നോക്കിയപ്പോ ഓൾറെഡി മരിച്ചു കഴിഞ്ഞ ഒരു ജിന്നിന്റെ പാനയാണ് പുറത്തെടുക്കുന്നതെങ്കിൽ ആ ജിന്നിന്റെ ശാപം നീങ്ങും. പക്ഷേ മരിക്കാത്ത ഒരു ജിന്നിന്റെ പാനയാണ് പുറത്തെടുക്കുന്നതെങ്കിൽ ആ ജിന്ന് പുറത്തു വരികയും കൂടുതൽ തീവ്രമാവുകയുമായിരിക്കും ചെയ്യുന്നത്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. സംഭവം പണ്ട് മറ്റേ രണ്ടുപേരും കൂടെ യഥാർത്ഥത്തിൽ ജിന്നിനെ കൊല്ലാതെയാണ് ആ പാനയിൽ അടച്ചിട്ടത്. അതായത് സാരയെ ശരിക്കും അവര് മരത്തിനടിയിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്തിലാണ് അവിടെ നിതിൻ എത്തിയത്. അവന്റെ ദേഹം മുഴുവൻ രക്തക്കറയായിരുന്നു. നീയൊക്കെ കൂടെ എന്തൊക്കെയാടാ ചെയ്തു വെച്ചതെന്ന് നിതിൻ ചോദിച്ചു. ഇതേ സമയം ഇവിടെ എബ്രു കുബ്രയുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോ കുബ്രയുടെ ദേഹത്ത് വീണ്ടും ജിന്ന് കയറിയിരിക്കുകയാണ്. കുബ്രയുടെ മുഖമൊക്കെ ആകെ വിരൂപമാണ്. അത് കണ്ട് എബ്രു ആകെ പേടിച്ച് വിരണ്ടു. അതിനിടയിൽ കുബ്രയുടെ അമ്മയും സഹോദരിയും വന്ന് എബ്രുവിനെ അടിച്ച് ബോധം കെടുത്തിയിട്ടു. ഇവിടെ നിതിൻ, എന്റെ ഭാര്യ ജിന്നിനെ സുസുല ജിന്നുകൾ കൊന്നുകളഞ്ഞു, ഇതൊക്കെ ആ ഖദീജയുടെ പണിയാണ്, അവർ ആ ഡോക്ടറിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അവര് നിന്നെ അവിടുന്ന് മാറ്റാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവിടെ കുറെ സുസുല ജിന്നുകൾ വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി. ഫാരൂഖ് വേഗം ഓടി വണ്ടിയിൽ കയറി തിരിച്ച് കുബ്രയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ ഫത്മയെ അവരെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. ബാക്കി ആരെയും അവിടെ കാണാനില്ല. അവിടെ നേരത്തെ കുബ്രയുടെ തുണിയിൽ നിന്നും കിട്ടിയ മന്ത്രത്തിന്റെ പേപ്പറും കിടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. സംഭവം ഇതെല്ലാം ഖദീജയുടെയും മോളുടെയും പണിയാണ്. മോളെന്ന് വെച്ചാൽ കുബ്രയുടെ സഹോദരി. യഥാർത്ഥത്തിൽ എബ്രുവിനും ഈ ശാപം കിട്ടേണ്ടതാണ്. പക്ഷേ ശാപം കിട്ടുന്നതിന് മുന്നേ എബ്രുവിന്റെ അച്ഛൻ കുടുംബത്തോടൊപ്പം നാട് വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് തന്നെ പോയി. എന്നാൽ പോകുന്നതിന് മുന്നേ സ്വന്തം മോളായ എബ്രുവിന് ശാപം കിട്ടാതിരിക്കാനും ആ ശാപം മുഴുവൻ കുബ്രയിൽ ചെന്ന് വീഴാനും അയാള് ഒരു ദുർമന്ത്രവാദവും കൂടി ചെയ്തു വെച്ചിരുന്നു. അതാണ് നേരത്തെ ടോയ്ലറ്റിൽ നിന്നും കുഴിച്ചെടുത്തത്. അത് പക്ഷേ ഖദീജയും മോളും നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ്. ഇത് എബ്രുവിന്റെ അച്ഛന്റെ പണിയാണെന്നും അവര് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവര് വീണ്ടും അതിനെ അവിടെ തന്നെ കുഴിച്ചിട്ടു. എന്നിട്ട് എബ്രുവിന്റെ വസ്ത്രത്തിൽ ആ ദുർമന്ത്രവാദത്തിന്റെ പേപ്പർ വെച്ചതും ഇവരുടെ പണിയായിരുന്നു. ടോയ്ലറ്റിലുള്ള സംഭവങ്ങൾ കുഴിച്ചെടുക്കുന്ന സമയത്തിൽ ആ പേപ്പർ ആരുടെ കയ്യിൽ ഇരിക്കുന്നോ ആ ശാപം അയാളുടെ മേൽ വീഴും. അതായത് ഇതുവരെ കുബ്രയുടെ മേലുണ്ടായിരുന്ന ശാപം ഇപ്പോൾ എബ്രുവിന്റെ മേലാണുള്ളത്. അതുകൊണ്ട് ഇനി കുബ്രയ്ക്കും കുടുംബത്തിനും ധൈര്യമായിട്ട് മറ്റെവിടേക്കെങ്കിലും നാട് വിട്ടു പോകാം. കാരണം ഇനി ജിന്നുകൾ എബ്രുവിനെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ചെയ്തേ.
എന്തായാലും അങ്ങനെ പേപ്പർ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ അത് കണ്ട് ഫാരൂഖ് പേടിച്ച് പുറത്തേക്ക് ഓടി. എന്നിട്ട് അവൻ എബ്രുവിനെ തേടാൻ തുടങ്ങി. അങ്ങനെ തേടുന്നതിനിടയിൽ പെട്ടെന്ന് കാല് തെന്നി ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ആ കിണറ്റിന് മുകളിൽ ഖദീജയും മോളും കൂടി ഇലകൾ കൊണ്ട് മൂടിയിട്ടിരുന്നത് കൊണ്ടാണ് ഇരുട്ടിൽ അവനത് കാണാൻ പറ്റാത്തത്. കിണറ്റിൽ വീണിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ഖദീജയും മോളും നിൽക്കുന്നത് കണ്ടു. അവര് രണ്ടുപേരും കൂടെ അവനെ കൊല്ലാൻ വേണ്ടി കുറെ കല്ലുകൾ പറക്കി കിണറ്റിലേക്കിട്ടു. എന്നിട്ട് എബ്രുവിനെ ആണെങ്കിൽ അവര് ജീവനോടെ ഒരു പെട്ടിയിലാക്കി കുഴിച്ചിടുകയും ചെയ്തു. അവള് തുറന്നു വിടാൻ വേണ്ടി കിടന്നലറുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയുമില്ല. അങ്ങനെ എബ്രുവിന്റെയും ഫാരൂഖിന്റെയും കഥ കഴിഞ്ഞു. അതോടെ സിനിമയും തീരുകയാണ്. തീരുന്ന സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഖദീജയും 2 മക്കളും അന്ന് രാത്രി തന്നെ നാട് വിട്ടുപോയി. അവരെ പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് അതുവഴി പോയ കുറച്ച് ഗ്രാമവാസികൾ ഫാരൂഖിനെ രക്ഷപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ എബ്രുവിനെ മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. അങ്ങനെ അതൊക്കെ എഴുതി കാണിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു കാര്യവും കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡന്റ്. അതായത് ഈ സിനിമ ശരിക്കും നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന്. അത് കാണുമ്പോൾ സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ചങ്കിടിക്കും. പക്ഷെ അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് വെറും ഒരു കഥയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇങ്ങനെ ജിന്നിനെ വെച്ച് സ്വത്തുക്കൾ നേടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ പിന്നെ പാവപ്പെട്ടവരൊന്നും ഉണ്ടായിരിക്കുമായിരുന്നില്ല. അതുപോലെ ദുർമന്ത്രവാദമൊക്കെ വെച്ച് മറ്റുള്ളവരെ കൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ പിന്നെ മനുഷ്യവർഗമേ ഉണ്ടായിരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ പറയാനേ പറ്റൂ. പേടിക്കുന്നതും പേടിക്കാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.